ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നറിയാം. അതുകൊണ്ട് അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് നമുക്ക് വരാം. ഈ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഇച്ചിരി ദശക്കട്ടിയുള്ള മീനായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മസാല വരട്ടെ. ഇനി അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് അതിനാവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞപ്പൊടി, 1 സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണയും വെള്ളവും കൂടെ ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ഫിഷ് ഇട്ട് കൊടുത്ത് മസാല വരട്ടിയെടുക്കാം. നമ്മുടെ മീനെല്ലാം മസാല വരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിങ്ങയും ഉള്ളിയും കൂടെയാണ്. ആ ഉള്ളി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് ഒരു 3-4 ഡ്രോപ്സ് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു സ്മെല്ലാണ് അത് വറുത്ത് കിട്ടുമ്പോൾ. പിന്നെ ഉപ്പിട്ട് പിഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിതിലേക്ക് ഓരോന്നേ ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷും ഫ്രൈ ചെയ്യാനായിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ നമുക്ക് 2 ട്രിപ്പായിട്ടാണ് മീൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മീൻ മറന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ചോറും വേവിച്ചെടുക്കാം. ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുത്തു. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് മസാലകളാണ്. ഏലക്കായും കറുവപ്പട്ടയും പെരുംജീരകവും ഒരു ബേ ലീവ്സും കുറച്ച് കുരുമുളകും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓണിയനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് മതി. ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എടുത്ത് ഞാൻ അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല റൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള റൈസ് ഉപയോഗിക്കാം. റൈസ് ചെറുതായിട്ട് ഒരു 3 മിനിറ്റ്സ് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല തീയിലിട്ടിട്ട് തന്നെ. നമ്മുടെ അരി ആവശ്യത്തിന് ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അര നാരങ്ങയുടെ നീര്. പിന്നെ നമുക്കിതിൽ ആവശ്യത്തിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്കിത് ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം.
നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പം ഇളക്കി കൊടുക്കുന്നില്ല, കാരണം ചൂടോട് കൂടി ഇളക്കി കൊടുത്താൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ആവി പോവാൻ ഒരു 10 മിനിറ്റ്, ഫുള്ളായിട്ട് തുറന്ന് വെക്കേണ്ട, ചെറുതായിട്ട് ആവി പോകാൻ വേണ്ടി തുറന്ന് വെക്കാം. ഇനി നമുക്ക് മീനിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് വേണ്ടി ഒരു 3 ചെറിയ സവാള ചെറിയതായിട്ട് സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി ഇവിടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഞാനിതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ നേരത്തെ മുളക് പൊടി ഇട്ടത് കാരണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളിയും കൂടെയാണ് ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇതിലേക്ക് നന്നായിട്ട് മാഷായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇടാൻ പോകുന്നത് ഒരു സ്പൂൺ ഗരം മസാലയാണ്. ഞാൻ വേറെ ഒരു മസാല ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്, ഫ്രഷ് ആയിട്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് 2 തക്കാളിയാണ് ഞാനിവിടേക്ക് സ്ലൈസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളിയും കൂടെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളതിൻ്റെ ഉപ്പൊക്കെ നോക്കിക്കൊണ്ട്, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, കാരണം ഫിഷ് ഫ്രൈയിൽ ഉപ്പുള്ളതുകൊണ്ട് ഒത്തിരി ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് തൈര് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നാരങ്ങാനീരായാലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത്. തൈര് തന്നെ വേണമെന്നില്ല, ഇത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഹാഫായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോ പീസായിട്ട് പൊടിയാണ്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഫിഷ് എല്ലാം നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു. അതിൽ കുറച്ചെടുത്ത് ഞാനിതിൻ്റെ മേലയിലേക്ക് വിതറി കൊടുക്കുകയാണ്. ഇത് പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിങ്ങനെ ചെയ്താൽ. ഇനി നമ്മൾ ഇതൊരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട, കാരണം നമ്മൾ തൈരിട്ടതുകൊണ്ട് ചെറിയ തീയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റണം. ഇവിടെ നമ്മുടെ ഫിഷും റെഡി ആയിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ ആവശ്യത്തിന് വെന്ത റൈസാണത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചോറ് അടിയിലിട്ടു. അതിലേക്ക് ഇനി നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. കുറച്ച് മസാലയും കൂടെ കൂടി നമുക്കിനി ഇതിൻ്റെ മേലിലേക്ക് തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഇതിൻ്റെ മേലിലേക്ക് 1-2 ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു ലെയർ ചോറും കൂടെ ഇട്ട് ഫിഷും ഇട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ചോറും ഫിഷും എല്ലാം ലെയർ ആയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വേറെ ഫുഡ് കളർ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റും കിട്ടും, നല്ല ഹെൽത്തിയുമാണ്, നല്ല സ്മെല്ലൊക്കെ കിട്ടും. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചൂടായ പാലിലേക്കാണ് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തത്. അതിൻ്റെ ആ കളറൊക്കെ ഇറങ്ങി റൈസിന് നല്ലൊരു കളർ കിട്ടും.
നമ്മുടെ നല്ലൊരു സ്മെല്ലും കിട്ടും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളോട് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ചെറിയ തീയിൽ ആ മസാലയൊക്കെ ഒന്ന് ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ ഒരു സെർവിങ് ഡിഷിലാക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉള്ള ബിരിയാണിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ പുതിയ റെസിപ്പികൾ കിട്ടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.